നമസ്തേ. വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡം തുടരുന്നു. ഇനി 55-ാം സർഗമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. പഞ്ചാശ സർഗ 55-ാം സർഗം. വസിഷ്ഠ വിശ്വാമിത്രയോ യുദ്ധം. വസിഷ്ഠരും വിശ്വാമിത്രരുമായി പോർ ചെയ്യുന്നത്. നമ്മളതാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്, വായിച്ചുകൊണ്ടിരുന്നത്. വസിഷ്ഠ മഹർഷിയുടെ ശബള എന്ന കാമധേനുവിനെ ലഭിക്കാത്തതുകൊണ്ട് അതിക്രോധവാനായി തീർന്ന വിശ്വാമിത്ര മഹർഷി ഗാധിനന്ദനൻ വസിഷ്ഠ മഹർഷിയായിട്ട് യുദ്ധം ചെയ്യുകയാണ്. തതസ്ഥാനാകുലാൻ ദൃഷ്ട്വാ വിശ്വാമിത്രാസ്ത്രമോഹിതാൻ വസിഷ്ഠശ്ചോദയാമാസ കാമധുക്സൃജ യോഗതഃ. തസ്യാഹുങ്കാരദോ ജാതാ കാംഭോജാരവിസന്നിഭാ ഊതസസ്ത്വഥ സഞ്ജാതാ പപ്ലവാ ശാസ്ത്രപാണയ. യോനിദേശാച്ച യവനാ ശക്രദ്ദേശാച്ഛകാസ്തഥാ രോമകൂപേഷു ച മ്ലേച്ഛാഹാരീതാസ കിരാതകാഃ. തൈസ്തൈർനിഷൂദിതം സൈന്യം വിശ്വാമിത്രസ്യ തത്ക്ഷണാത് സപദാദിഗജം സാശ്വം സരഥം രഘുനന്ദനാ. ദൃഷ്ട്വാ നിഷൂദിതം സൈന്യം വസിഷ്ഠേന മഹാത്മനാ വിശ്വാമിത്രസുതാനാം തു ശതം നാനാവിധായുധം അഭ്യധാവത്സു സംക്രുദ്ധം വസിഷ്ഠം ജപദാംബരം. ഹുങ്കാരേണൈവ താൻ സർവാൻ നിർദദാഹ മഹാനഷി. തേ സാശ്വരഥപാദാദാ വസിഷ്ഠേന മഹാത്മനാ ഭസ്മീകൃതാ മുഹൂർത്തേന വിശ്വാമിത്രസുതാസ്തദാ. ദൃഷ്ട്വാ വിനാശിതാൻ പുത്രാൻ ബലം ച സുമഹായശാഃ. സവ്രീഢശ്ചിന്തയാവിഷ്ടോ വിശ്വാമിത്രോ അഭവത്തദാ. അതിൽ പിന്നെ വസിഷ്ഠ മഹർഷി അവരെ വിശ്വാമിത്രരുടെ അസ്ത്രങ്ങളാൽ മൂർച്ഛിതരായി പീഡിപ്പിക്കപ്പെട്ടവരായി കണ്ട്, അല്ലേ കാമധേനു, യോഗശക്തി കൊണ്ട് സൃഷ്ടി ചെയ്താലും എന്ന് ആജ്ഞാപിച്ചു. അതിൻ്റെ ഹും എന്ന ചീറ്റത്തിൽ നിന്ന് സൂര്യസന്നിഭന്മാരായ കാംഭോജന്മാർ ഉളവായി. അതുകൂടാതെ അകറ്റിൽ നിന്ന് ആയുധപാണികളായ പപ്ലവന്മാരും, യോനിപ്രദേശത്തിൽ നിന്ന് യവനന്മാരും, ആസനദ്വാരത്തിൽ നിന്ന് ശകന്മാരും, രോമക്കാലുകളിൽ നിന്ന് മ്ലേച്ഛന്മാരും, കിരാതന്മാരോടുകൂടിയ ഹാരീതകന്മാരും ഉളവായി. ഹേ രഘുകുമാര, വിശ്വാമിത്ര മഹാരാജാവിൻ്റെ സൈന്യം കാലാൾ, ആനയടക്കം, കുതിരയടക്കം, തേരടക്കം ഒരു നിമിഷം കൊണ്ട് അതിനോടേറ്റ അവയാൽ നശിപ്പിക്കപ്പെട്ടു. വിശ്വാമിത്രസുതന്മാർ 100 പേർ മഹാത്മാവായ വസിഷ്ഠ മഹർഷിയാൽ സൈന്യം നശിപ്പിക്കപ്പെട്ടതായി കണ്ട് അതിനാൽ അതികോപമാർന്നവരായി പലവിധ ആയുധങ്ങൾ എടുത്തുകൊണ്ട് മുനിമാരിൽ വെച്ച ഉത്തമനായ വസിഷ്ഠ മഹർഷിയെ എതിർത്തു. മഹാനായ ഋഷിവര്യൻ അവർ എല്ലാവരെയും ഒരു ഹുങ്കാരത്താൽ തന്നെ ചുട്ടരിച്ചു കളഞ്ഞു. വിശ്വാമിത്രസുതന്മാർ തുരകരഥ പദാദികളോടുകൂടി അപ്പോൾ ഒരു നൊടിയിട കൊണ്ട് മഹാത്മാവായ വസിഷ്ഠ മാമുനിയാൽ വെണ്ണീറാക്കപ്പെട്ടു. അതികീർത്തിശാലിയായ വിശ്വാമിത്ര മഹാരാജാവ് അപ്പോൾ തൻ്റെ സൈന്യത്തെ മുഴുവനും പുത്രന്മാരും നശിപ്പിക്കപ്പെട്ടതായി കണ്ട് ലജ്ജ പൂണ്ടവനായി ദുഃഖത്താൽ മതിമറന്നവനായി ഭവിച്ചു. സമുദ്ര ഇവ നിർവേഗോ ഭഗ്നദംഷ്ട ഇവോരഗ ഉപരക്ത ഇവാദിത്യ സദ്യോ നിഷ്പ്രഭദാം ഗത ഹതപുത്രബലോ ദീനോ ലൂനപക്ഷ ഇവ ദ്വിജ ഹതദർപ്പോ ഹതോത്സാഹോ നിർവേദം സമപദ്യത. സപുത്രമേകം രാജ്യായ പാലയേതി നിയുജ്യ ച പൃഥിവീം ക്ഷത്രധർമ്മേണ വനമേകോന്വവദ്യത. സ ഗത്വാ ഹിമവത്പാർശ്വം
കിന്നരോരഗസേവിതം മഹാദേവ പ്രസാദാർത്ഥം തപസ്തേവേ മഹാതപാ. കേനചിത്വഥ കാലേന ദേവേശോ വൃഷഭധ്വജ ദർശയാമാസ വരദോ വിശ്വാമിത്രം മഹാബലം. കിമർത്ഥം തപ്യസേ രാജൻ ബ്രൂഹി യത്തേ വിവക്ഷിതം. വരദോऽസ്മി വരോ യസ്തേ കാംക്ഷിത സോऽഭിധീയതാം. ഏവമുക്തസ്തു ദേവേന വിശ്വാമിത്രോ മഹാതപാ. പ്രണിപത്യ മഹാദേവമിദം വചനമബ്രവീത്. യതി തുഷ്ടോ മഹാദേവ ധനുർവേദോ മമാനഘ. സാങ്കോപാങ്കോപനിഷദ സരഹസ്യ പ്രദീയതാം. യാനി ദേവേഷു ശാസ്ത്രാണി ദാനവേഷു മഹർഷിഷു ഗന്ധർവയക്ഷരക്ഷസു പ്രതിഭാന്തു മമാനഘ. തവ പ്രസാദാത് ഭവതു ദേവദേവ മമേപ്സിതം. ഇളക്കമില്ലാത്ത കടൽ പോലെയും വിഷപ്പല്ലു പറിച്ച സർപ്പം പോലെയും രാഹുഗ്രസ്തനായ സൂര്യൻ പോലെയും ഉടനെ ശോഭയേറ്റവനായി ഭവിച്ചു. പുത്രന്മാരും സൈന്യങ്ങളും നശിച്ച അദ്ദേഹം ചിറകുമുറിഞ്ഞ പക്ഷി പോലെ അഹങ്കാരം നശിച്ചവനായി, മനസ്സ് മുട്ടിയവനായി, ശക്തിയറ്റവനായി ഏക്കം പൂണ്ടു. അദ്ദേഹം ഭൂമിയെ രാജനീതിപ്രകാരം പരിപാലിക്കുക എന്ന ഒരു പുത്രനെ രാജ്യഭാരത്തിന് ഏൽപ്പിച്ച് താൻ ഏകനായി അക്ഷണം തന്നെ കാട്ടിലേക്ക് ചെന്നു. അദ്ദേഹം കിന്നരന്മാരും ഉരകങ്ങളും നിറഞ്ഞ ഹിമാലയ ചെരുവിൽ ചെന്നു ചേർന്ന് മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിപ്പാനായി ഉഗ്രമായ നിയമങ്ങൾ കൈക്കൊണ്ട് തപസ് ചെയ്തു. അങ്ങനെ കുറേ കാലം ചെന്നാറെ ദേവേശനും അഭീഷ്ടദാതാവും ആയ പരമശിവൻ മഹാശക്തിമാനായ വിശ്വാമിത്ര മഹാരാജാവിന് പ്രത്യക്ഷനായി. മന്നവ, എന്തിനു വേണ്ടിയാണ് അങ്ങ് തപസ് ചെയ്യുന്നത്? അങ്ങയുടെ അഭിഷ്ടം ഏതോ അതിനെ പറഞ്ഞാലും. ഭവാന് വേണ്ടപ്പെട്ട വരം ഏതോ അത് പറയപ്പെടട്ടെ. ഞാൻ വരം തരുവാൻ തയ്യാറായിരിക്കുന്നു. മഹാദേവനാൽ ഇപ്രകാരം അരുൾ ചെയ്യപ്പെട്ട മഹാതപസ്വിയായ വിശ്വാമിത്ര മഹാരാജാവ് പരമശിവനെ സാഷ്ടാംഗമായി നമസ്കരിച്ച് ഇങ്ങനെ മൊഴി ഉര ചെയ്തു. പരിഭാവനായുള്ളോവേ പരമേശ്വര, നിന്തിരുവടി പ്രസാദിച്ചവനായിരിക്കുന്നുവെങ്കിൽ എനിക്ക് ധനുർവേദമെന്നുള്ളത് രഹസ്യം എന്ന ഉപനിഷത്തോടുകൂടിയും അംഗം ഉപാംഗം ഉപനിഷത്ത് എന്നിവയോടുകൂടിയും നൽകപ്പെടണമേ. കുറ്റമറ്റുള്ളോവേ, ദേവന്മാർക്കും ദേവനായുള്ളോവേ, ദേവന്മാർ പക്കലും അസുരന്മാർ പക്കലും മഹർഷിമാർ പക്കലും ഗന്ധർവന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ ഇവർ പക്കലും ഉള്ള അസ്ത്രങ്ങൾ ഏതേതുകളോ അവയെല്ലാം എനിക്ക് വശപ്പെട്ടവയായി വിളങ്ങണമേ. നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ എൻ്റെ മനോരഥം സാധ്യമാകണമേ. ഏവമസ്ത്വിതി ദേവേശോ വാക്യമുക്ത്വാ ദിവം ഗതഃ പ്രാപ്യ ശാസ്ത്രാണി രാജർഷി വിശ്വാമിത്രോ മഹാബല. ദർപ്പേണ മഹദായുക്തോ ദർപ്പപൂർണോ അഭവത്തദാ. വിവർദ്ധമാനോ വീര്യേണ സമുദ്രൈവ പർവണി ഹതമേവ തദാ മേനേ വസിഷ്ഠമൃഷി തത്സത്തമം. തതോ ഗത്വാശ്രമപദം മുമോചാസ്ത്രാണി പാർത്ഥിവ. യൈസ്തത്തപോവനം സർവം നിർദഗ്ധം ശാസ്ത്രതേജസാ. ഉദ്ദീര്യമാണമസ്ത്രം തദ്വിശ്വാമിത്രസ്യ ധീമത. ദൃഷ്ട്വാ വിപ്രദ്രുതാ ഭീതാ മുനയ ശതശോദിശ. വസിഷ്ഠസ്യ ജയേ ശിഷ്യാസ്തഥൈവ മൃഗപക്ഷിണ. വിദ്രവന്തി ഭയാത് ഭീതാ നാനാദിഭ്യ സഹസ്രശഃ. വസിഷ്ഠസ്യാശ്രമപദം ശൂന്യമാസീൻ മഹാത്മന. മുഹൂർത്തമിവ നിശബ്ദമാസീതിരിണ സന്നിഭം. വദതോ വൈ വസിഷ്ഠസ്യ മാ ഭൈഷ്ടേതി മുഹുർമുഹു. നാശയാമ്യദ്യ ഗാധേയം നീഹാരമിവ ഭാസ്കര. ഏവമുക്ത്വാ മഹാതേജാ വസിഷ്ഠോ ജപതാംബര. വിശ്വാമിത്രം തദാ വാക്യം സരോഷമിതമബ്രവീത്. ദേവേശനും അങ്ങനെ തന്നെയാകട്ടെ എന്ന വാക്യത്തെ അരുളി ചെയ്ത ശേഷം ദേവലോകത്തിലേക്ക് ഗമിച്ചു. അതിസമർത്ഥനും അതിയായ അഹങ്കാരത്തോടു കൂടിയവനുമായ വിശ്വാമിത്ര രാജർഷി അസ്ത്രങ്ങളെ തഥാ ലഭിച്ച് അതിനാൽ തൻ്റെ ഇഷ്ടം എന്തും സാധിച്ചേക്കാമെന്നുള്ള അഹങ്കാരം മുഴുത്തവനായി
മാവുന്നാൾ സമുദ്രം എന്ന പോലെ അപ്പോൾ വീര്യം കൊണ്ട് വെമ്പുന്നവനായ അദ്ദേഹം വസിഷ്ഠമുനിവരനെ കൊല്ലപ്പെട്ടവൻ എന്ന് തന്നെ നിശ്ചയിച്ചു. അരകൻ ആശ്രമസ്ഥലത്തേക്ക് ചെന്നു. അവിടെ നിന്ന് അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. അവയാലും അസ്ത്രങ്ങളുടെ മഹിമയാലും ആ തപോവനം മുഴുവനും ദഹിപ്പിക്കപ്പെട്ടു. ധീമാനായ വിശ്വാമിത്ര മഹാരാജാവിൻ്റെ ആ അസ്ത്രതതിയെ എങ്ങും ആക്രമിച്ചിരിക്കുന്നതായി കണ്ട് സൂര്യൻ മഞ്ഞിനെ എന്ന വണ്ണം ഗാധിപുത്രനായ വിശ്വാമിത്രനെ ഇതാ ഞാൻ നശിപ്പിക്കുന്നു, ഭയപ്പെട്ടതായിരിക്കുവാൻ എന്ന് കൂടെ വസിഷ്ഠമാമുനി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യന്മാർ യാതൊരുവരും അവരും അങ്ങനെയല്ലാത്ത പല ഋഷിമാരും പേടിച്ചു വിറച്ചവരായി പല ദിക്കുകളിലേക്കും ഓടിപ്പോയി കളഞ്ഞു. ആയിരക്കണക്കായ മൃഗങ്ങളും പക്ഷികളും പ്രാണഭയത്താൽ നടുങ്ങി പല വഴിയായി ഓടുകയായി. മഹാത്മാവായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമസ്ഥലം ഒരു നൊടിയുടെ മാത്രം നേരം ഒച്ചയൊതുങ്ങിയതായി പാഴായിരുന്നു സഞ്ചാരമറ്റ വനപ്രദേശം പോലെ ആയിത്തീർന്നു. മഹാതേജസ്വിയും മന്ത്രവിത്തുകളിൽ വച്ച് ഉത്തമനും ആയ വസിഷ്ഠ മഹർഷി മേൽപ്രകാരം ഉര ചെയ്തു. ഉടനെ തന്നെ വിശ്വാമിത്രനെ നോക്കി കോപത്തെ വെളിപ്പെടുത്തുന്നതായ ഈ മൊഴി ഉര ചെയ്തു. ആശ്രമം ചിരസംവൃത്തം യദ്വിനാശിതവാനസി ദുരാചാരോ അസി യന്മൂഢ തസ്മാത് ത്വം ന ഭവിഷ്യസി ഇത്യുക്ത്വാ പരമക്രുദ്ധോ ദണ്ഡമുദ്യമ്യ സത്വര വിധൂമൈവ കാലാഗ്നിർയമദണ്ഡമിവാപരം ഉപതസ്തേ മഹാതേജാ വസിഷ്ഠ കൗശികസ്യ തു. അനേക കാലമായി ശ്രദ്ധയോടെ വളർത്തപ്പെട്ടു വന്നിരുന്ന എൻ്റെ ആശ്രമത്തെ നീ നശിപ്പിച്ചു കളഞ്ഞു എന്നതിനാലും നീ ദുർനടപടിയോട് കൂടിയവനായിരിക്കുന്നു എന്നതിനാലും ഹേ മൂഢബുദ്ധി, അക്കാരണത്താലും നീ ജീവനോടിരിപ്പാൻ പോകുന്നില്ല. മഹാതേജസ്വിയായ വസിഷ്ഠ മഹർഷി ഇപ്രകാരം ഉര ചെയ്ത് പുകയില്ലാതെ ഉജ്ജ്വലിക്കുന്ന കാലാഗ്നി എന്ന വണ്ണം കോപാവേശം പൂണ്ടവനായി ത്വരിതഗതിയായി ഉടനെ തന്നെ മറ്റൊരു യമദണ്ഡ പോലെയുള്ളതായ ഒരു ദണ്ഡിനെ ഓങ്ങിക്കൊണ്ട് വിശ്വാമിത്രരുടെ മുമ്പിൽ നിന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ പഞ്ചാശ സർഗ 55 സർഗം സമാപ്തം. ഇനി ഷഡ്പഞ്ചാശ സർഗ 56 സർഗം. വിശ്വാമിത്ര പരാജയ തേന ബ്രഹ്മണ്യപ്രാപ്തിയെ തപശ്ചരണ നിർദ്ധാരണം ച. വിശ്വാമിത്രരുടെ തോൽമയും ബ്രാഹ്മണത്വം സിദ്ധിപ്പാനായി തപസ്സും ചെയ്യുവാൻ തീർച്ചയാകുന്നതും. ഏവമുക്തോ വസിഷ്ഠേന വിശ്വാമിത്രോ മഹാബല ആഗ്നേയമസ്ത്രമുത്ക്ഷിപ്യ തിഷ്ഠതിഷ്ഠേതി ചാബ്രവീദ്. ബ്രഹ്മദണ്ഡം സമുത്ക്ഷിപ്യ കാലദണ്ഡമിവാപരം വസിഷ്ഠോ ഭഗവാൻ ക്രോധാദിദം വചനമബ്രവീദ്. ക്ഷത്രബന്ധോ സ്ഥിതോസ്മ്യഷ യദ്ബലം തദ്ദർശയ നാശയാമ്യദ്യതേ ദർപ്പം ശസ്ത്രസ്യ തവ ഗാധിജ. ക്വച തേ ക്ഷത്രിയബലം ക്വച ബ്രഹ്മബലം മഹദ്. പശ്യ ബ്രഹ്മബലം ദിവ്യം മമ ക്ഷത്രിയപാംസന. തസ്യാസ്ത്രം ഗാധിപുത്രസ്യ ഘോരമഗ്നേയമുദ്യതം ബ്രഹ്മദണ്ഡേന തച്ഛാന്തമഗ്നേർവേഗ ഇവാംഭസ. മഹാശക്തിമാനായ വിശ്വാമിത്രൻ ഇപ്രകാരം വസിഷ്ഠമുനിയാൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ ഉടനെ ആഗ്നേയാസ്ത്രത്തെ കയ്യിലെടുത്തുയർത്തിക്കൊണ്ട് നില്ല് എന്ന് ഗർജിച്ചു. വസിഷ്ഠ ഭഗവാൻ മറ്റൊരു കാലദണ്ഡം പോലെയുള്ള ബ്രഹ്മദണ്ഡത്തെ കോപാവേശത്തോടെ ഉയരെ ഓങ്ങിക്കൊണ്ട് ഇപ്രകാരം മൊഴിയുര ചെയ്തു. എടാ ക്ഷത്രിയാധമ, ഇതാ ഞാൻ നിന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ ശക്തി ഏതോ അതിനെ കാണിക്കേ. എടാ ഗാധിപുത്ര, നിന്റെയും നിന്റെ അസ്ത്രത്തിൻ്റെയും കൊഴുപ്പിനെ ഇപ്പോൾ തന്നെ ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ക്ഷത്രിയ കുലത്തിന് തന്നെ അപകീർത്തി ഉണ്ടാക്കുന്ന നീച, നിന്റെ ക്ഷത്രിയബലം എവിടെ? മഹത്തായ ബ്രാഹ്മണബലം എവിടെ? എൻ്റെ ദൈവികമായ ബ്രഹ്മബലത്തെ കണ്ടുകൊള്ളാം. ആ വിശ്വാമിത്രരുടെ ആ ഘോരമായതും മേൽ വീഴുവാൻ വന്നതും ആയ ആ ആഗ്നേയാസ്ത്രം വെള്ളത്താൽ അഗ്നിയുടെ തീക്ഷ്ണത എന്ന വണ്ണം ബ്രഹ്മദണ്ഡത്താൽ ശമിപ്പിക്കപ്പെട്ടു. വാരുണം ചൈവ രൗദ്രം ച ഐന്ദ്രം പാശുപതം തഥാ ഐഷീകം ചാപി ചിക്ഷേപ കുപിതോ ഗാതിനന്ദന. മാനവം മോഹനം ചൈവ ഗാന്ധർവം സ്വാപനം തഥാ ജൃംഭണം മാദനം ചൈവ സന്താപന വിലാപനേ. ശോഷണം ദാരുണം ചൈവ വജ്രമസ്ത്രം സുദുർജയം
ബ്രഹ്മപാശം കാലപാശം വാരുണം പാശമേവ ച പിനാകാസ്ത്രം ചതയിദം ശുഷ്കാദ്രേ അശനീയുഭേ ദണ്ഡാസ്ത്രമഥ പൈശാചം ക്രൗഞ്ചമസ്ത്രം തഥൈവ ച ധർമ്മചക്രം കാലചക്രം വിഷ്ണുചക്രം തഥൈവ ച വായവ്യം മഥനം ചൈവ അസ്ത്രം ഹയശിരസ്തഥാ ശക്തിദ്വയം ച ചിക്ഷേപ കങ്കാളം മുസലം തഥാ വൈദ്യാധരം മഹാസ്ത്രം ച കാലാസ്ത്രമഥ ദാരുണം ത്രിശൂലമസ്ത്രം ഘോരം ച കാപാലമഥ കങ്കണം ഏതാന്യസ്ത്രാണി ചിക്ഷേപ സർവാണി രഘുനന്ദന വസിഷ്ഠേ ജപദാം ശ്രേഷ്ഠേ തദദ്ഭുതമിവാഭവത് താനി സർവാണി ദണ്ഡേന ഗ്രസതേ ബ്രഹ്മണസ്തുത തേഷു ശാന്തേഷു ബ്രഹ്മാസ്ത്രം ക്ഷിപ്തവാൻ ഗാധിനന്ദന തദസ്ത്രമുദ്യതം ദൃഷ്ട്വാ ദേവാസാഗ്നി പുരോഗമാ ദേവർഷയശ്ച സംഭ്രാന്താ ഗന്ധർവാ സമഹോരഗാ. വിശ്വാമിത്രൻ കോപം പൂണ്ടവനായി വരുണാസ്ത്രത്തെയും രുദ്രാസ്ത്രത്തെയും ഇന്ദ്രസംബന്ധമായ ഇന്ദ്രാസ്ത്രത്തെയും പാശുപതാസ്ത്രത്തെയും ഐഷീകാസ്ത്രത്തെയും മാനവാസ്ത്രത്തെയും മോഹനാസ്ത്രത്തെയും ഗാന്ധർവാസ്ത്രത്തെയും ഉറങ്ങിപ്പിക്കുന്ന സ്വാപനാസ്ത്രത്തെയും കോട്ടുവായിടിക്കുന്ന ജൃംഭണാസ്ത്രത്തെയും തപിപ്പിക്കുന്ന സന്താപനാസ്ത്രത്തെയും കരയിക്കുന്ന വിലാപനാസ്ത്രത്തെയും വരട്ടുന്ന ശോഷണാസ്ത്രത്തെയും കൊടിയതായ ദാരുണാസ്ത്രത്തെയും വെല്ലുവാൻ കഴിയാത്ത വജ്രാസ്ത്രത്തെയും ബ്രഹ്മപാശത്തെയും കാലപാശത്തെയും വരുണപാശത്തെയും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന പിനാകാസ്ത്രത്തെയും വരട്ടുന്നതും നനയ്ക്കുന്നതുമായ രണ്ടുമാതിരി ഇടികളെയും ദണ്ഡാസ്ത്രത്തെയും പൈശാചാസ്ത്രത്തെയും ക്രൗഞ്ചാസ്ത്രത്തെയും ധർമ്മചക്രത്തെയും കാലചക്രത്തെയും വിഷ്ണുചക്രത്തെയും വായവ്യാസ്ത്രത്തെയും മഥനാസ്ത്രത്തെയും ഹയശിരസ്സെന്നാസ്ത്രത്തെയും പ്രയോഗിച്ചു. അപ്രകാരം തന്നെ രണ്ടുവിധ ശക്തികളെയും കങ്കാളാസ്ത്രത്തെയും മുസലാസ്ത്രത്തെയും വിദ്യാധര സംബന്ധമായ മഹാസ്ത്രത്തെയും കൊടിയ കാലാസ്ത്രത്തെയും ഘോരമായ തൃശൂലാസ്ത്രത്തെയും കാപാലാസ്ത്രത്തെയും കങ്കണാസ്ത്രത്തെയും പ്രയോഗിച്ചു. ഇങ്ങനെയുള്ള അസ്ത്രങ്ങളെ എല്ലാം പ്രയോഗിച്ചു. ഹേ രഘുനന്ദന, മുൻവാരിൽ വച്ച ഉത്തമനായ വസിഷ്ഠങ്കൽ അത് ഒരു ആശ്ചര്യമായി തന്നെ കലാശിച്ചു. ബ്രഹ്മാവിൻ്റെ സുതനായ വസിഷ്ഠമുനി അവയെ എല്ലാം ആ ഒരു ദണ്ടുകൊണ്ട് തന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഗാധിപുത്രൻ അവ വീര്യമില്ലാതാക്കപ്പെട്ട സമയം ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു. അഗ്നി മുമ്പായുള്ള ദേവന്മാരും മഹാപന്നകസഹിതന്മാരായ ഗന്ധർവന്മാരും ദേവർഷിമാരും ആ അസ്ത്രത്തെ പ്രയോഗിക്കപ്പെട്ടതായി കണ്ട് മനസ്സു കലങ്ങിയവരായി ഭവിച്ചു. ത്രൈലോക്യമാസീ സന്ത്രസ്തം ബ്രഹ്മാശ്രേ സമുദീരിതേ തദപ്യസ്ത്രം മഹാഘോരം ബ്രാഹ്മം ബ്രാഹ്മേണ തേജസാ വസിഷ്ഠോ ഗ്രസതേ സർവം ബ്രഹ്മദണ്ഡേന രാഘവ ബ്രഹ്മാസ്ത്രം ഗ്രസമാനസ്യ വസിഷ്ഠസ്യ മഹാത്മന ത്രൈലോക്യമോഹനം രൗദ്രം രൂപമാസീ സുദാരുണം രോമകൂപേഷു സർവേഷു വസിഷ്ഠസ്യ മഹാത്മന മരീച ഇവ നിഷ്പേതുരഗ്നേർധൂമാകുലാർച്ചിഷ പ്രാജ്വലദ്ബ്രഹ്മദണ്ഡശ്ച വസിഷ്ഠസ്യ കരോദ്യതഃ വിധൂമൈവ കാലാഗ്നിർയമദണ്ഡ ഇവാപരഃ തതോസ്തുവൻ മുനിഗണാ വസിഷ്ഠം ജപതാംബരം അമോഘം ദേബലം ബ്രഹ്മം സ്തേജോ ധാരയ തേജസി നിഗ്രഹീതസ്ത്വയാ ബ്രഹ്മൻ വിശ്വാമിത്രോ മഹാബല പ്രസീദ ജപതാം ശ്രേഷ്ഠലോകാ സന്തു ഗതവ്യഥാഃ ഏവമുക്തോ മഹാതേജാ സമം ചക്രേ മഹാതപാഃ വിശ്വാമിത്രോ അഭിനികൃതോ വിനിശ്വസ്യേദമബ്രവീത് ദിഗ്ബലം ക്ഷത്രിയബലം ബ്രഹ്മതേജോബലം ബലം ഏകേന ബ്രഹ്മദണ്ഡേന സർവാസ്ത്രാണി ഹതാനി മേ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കപ്പെട്ട ഉടനെ 3 ലോകവും നടുക്കം പൂണ്ടതായി ഭവിച്ചു. ഹേ ശ്രീരാഘവ, ആ എല്ലാ പ്രകാരത്തിലും മഹത്തായി വീര്യത്തോടു കൂടിയ ബ്രഹ്മാസ്ത്രത്തെയും വസിഷ്ഠ മഹർഷി ബ്രഹ്മതേജസ്സാൽ ബ്രഹ്മദണ്ഡം ഒന്നുകൊണ്ട് തന്നെ വിഴുങ്ങുകയായി. ബ്രഹ്മാസ്ത്രത്തെ വിഴുങ്ങുന്നവനായ മഹാത്മാവായ വസിഷ്ഠ മഹർഷിയുടെ രൂപം ദുസ്സഹമാവണ്ണം ഭയങ്കരമായും ഉജ്ജ്വലിക്കുന്നതായും 3 ലോകത്തെയും ഭ്രമിപ്പിക്കുന്നതായും വിളങ്ങി. മഹാത്മാവായ വസിഷ്ഠ മഹർഷിയുടെ എല്ലാ രോമക്കാലുകളിൽ നിന്നും തീപ്പൊരികൾ
പുകചുറ്റിയ ജ്വാലകളാർന്ന അഗ്നിയിൽ നിന്ന് എന്ന പോലെ നിർഗമിച്ചു. വസിഷ്ഠ മഹർഷിയുടെ കയ്യിലെടുത്തോങ്ങിയിരുന്നതും മറ്റൊരു യമദണ്ഡം പോലിരുന്നതും ആയ ആ ബ്രഹ്മദണ്ഡം പുകയില്ലാത്ത പ്രളയകാലാഗ്നി എന്നപ്പോൾ കത്തിജ്വലിച്ചു. ആ സമയം മുനിശ്രേഷ്ഠന്മാർ മന്ത്രധ്യാനപരന്മാരിൽ വെച്ച് മുമ്പനായ വസിഷ്ഠ മഹർഷിയെ ഇങ്ങനെ പുകഴ്ന്നു കൊണ്ടാടി. ബ്രഹ്മ തേജസ് തന്നെ മൂർത്തീകരിച്ചുള്ളോവേ, നിന്തിരുവടിയുടെ ശക്തി വ്യർത്ഥമാകാത്ത ഫലസിദ്ധിയോട് കൂടിയത് തന്നെ. ജന്മസിദ്ധമായ അവിടുത്തെ ബ്രഹ്മ തേജസ്സിൽ ഈ ജ്വാലാമയമായി വിളങ്ങുന്ന തേജസ്സിനെ ഒതുക്കി ശാന്തമാക്കുവാൻ തിരുവുള്ളം ഉണ്ടാകണമേ. മുനിമാരിൽ വെച്ച് ഉത്തമനും പ്രജാപതിമാരിൽ മുമ്പനുമായുള്ളവേ, അതിശക്തിമാനായ വിശ്വാമിത്രൻ നിന്തിരുവടിയാൽ അടക്കപ്പെട്ടു. ശാന്തമാനസനായി തീർന്നാലും ലോകങ്ങൾ ഭയം വിട്ടവയായി തീരട്ടെ. മഹാതേജസ്വിയും തപോനിധിയുമായ അദ്ദേഹം ഇപ്രകാരം അപേക്ഷിക്കപ്പെട്ടവനായി ശാന്തതയെ കൈക്കൊണ്ടു. വിശ്വാമിത്ര മഹാരാജാവ് ഗർഭം നശിച്ചവനായി ദീർഘമായി നിശ്വസിച്ച് ഇങ്ങനെ തന്നെത്താൻ ഉര ചെയ്തു. ഒരൊറ്റ ബ്രഹ്മദണ്ഡത്താൽ എൻ്റെ സകല അസ്ത്രങ്ങളും പാഴാക്കപ്പെട്ടുവല്ലോ. ക്ഷത്രിയൻ്റെ ബലം നിസ്സാരമായത് തന്നെ. ബ്രാഹ്മണ്യത്തിൻ്റെ ബലം തന്നെയാണ് ഇഷ്ടസിദ്ധിയെ നൽകുന്നത്. തദേതൽ സമവക്ഷ്യേഹ വക്ഷ്യാഹം പ്രസന്നേന്ദ്രിയമാനസ തപോമഹസമാസ്താസ്യേ യത്വൈ ബ്രഹ്മത്വകാരകം. ഇതിനെ, ഈ ബ്രാഹ്മണ്യ മഹത്വത്തെ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടതിനാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ അടക്കി പ്രശാന്ത ചിത്തവൃത്തിയോട് കൂടിയവനായി ബ്രാഹ്മണ്യത്തെ പ്രാപിപ്പിക്കുന്നതായുള്ളത് യാതൊന്നോ അപ്രകാരമുള്ള മഹത്തായ തപസ്സിനെ തന്നെ ഇനിമേൽ കൈക്കൊള്ളുവാൻ പോകുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യ ബാലകാണ്ഡേ षट्पञ्चाशत् सर्ग 56 सर्गं समाप्तं. नमस्ते.